Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഒരു ലേലം വിളി പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് എന്റെ തട്ടകം. നമുക്കന്ന് പറയാൻ കളിയാക്കുമായിരുന്നു, ആദ്യ സിനിമയിൽ കളവിയായി, നിനക്കിനി നല്ല റോളൊന്നും കിട്ടൂല. അപ്പൊ ഇവര് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു ബയോപ്സി എടുക്കണം. ഈ വാക്ക് നമുക്ക് ബയോപ്സി, അത് എനിക്ക് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. വൈ അല്ല ക്വസ്റ്റ്യൻ, എന്താ വാട്ട് എന്നുള്ളതാണ്, കാണുക എന്നുള്ളതാണ്. വൈയുടെ ഉത്തരം നമുക്ക് ഒരിക്കലും കിട്ടൂല. അപ്പൊ സലീം അഹമ്മദ് ഇങ്ങനെ വിളിച്ചിട്ട്, മമ്മൂട്ടിയുടെ ഹീറോയിനായിട്ട് റോളുണ്ട്, നിങ്ങൾ വരണം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആരോ എന്നെ പറ്റിക്കാൻ ചിന്തിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, എല്ലാത്തിനെയും റീസൺ ചെയ്യുന്ന ഒരു കുട്ടി, ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് 80കളിലെ പാരൻസിന് ഇല്ല. എനിക്ക് തോക്കണ്ട, എനിക്ക് അസുഖം മാറണം, എനിക്ക് എനിക്ക് പോകാൻ പറ്റൂല, എന്നെ നോക്കാൻ ആരും ഇല്ല. അതായത് സിനിമാ നടിയായത് ആഗ്രഹിച്ചു വന്നതല്ല, ആങ്കർ ആയതും ആഗ്രഹിച്ചു വന്നതല്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയത് മൊത്തം ജസ്റ്റ് ബിക്കോസ് ഐ എം ലക്കി. ഐ വാസ് മാരീഡ്, ദെൻ ഐ ഗോട്ട് ഡിവോഴ്സ്ഡ്. ഞാൻ ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ്. യു ക്യാൻ ലൂസ് യുവർ സാനിറ്റി ബട്ട് യു ഹാവ് ടു പ്രിസർവ് ദ സാങ്ക്ടിറ്റി ഓഫ് യുവർ ഹാർട്ട്. ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കുമ്പളങ്ങിയിൽ സൗഭ്യം പറഞ്ഞവര് എൻ്റെ കിളി പോയിരിക്കേണ്ട ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കരയാൻ പറ്റില്ലായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഈ സ്കൂളിൽ റിപ്പോർട്ട് കാർഡൊക്കെ എടുത്ത് തന്നെ വരെ പുള്ളി എൻ്റെ റിപ്പോർട്ടിങ്ങനെ എടുത്തിട്ട്, കൺഗ്രാജുലേഷൻസ്, യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ, നല്ല റിപ്പോർട്ടാണ്, വീട്ടിൽ പോക്കോളാം. അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജുവൽ മേരി. ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, കൈ തരൂ. ആങ്കർ, ആക്ടർ, MC, പല റോൾസിലും, ആൻഡ് നൗ ഷീ ഈസ് മോർഫിംഗ് ഇൻ ടു എ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് പ്രിപ്പയറിംഗ് ടു ബി എ ഡയറക്ടർ. സോ വെൽക്കം ടു അവർ ഷോ ജുവൽ. ജുവലും ഞാനുമുള്ള ആദ്യത്തെ കോൺവെർസേഷൻ ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്പാം മെസ്സേജ് അങ്ങോട്ട് വന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ജുവലിന്റെ കോൾ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എനിക്ക് ആക്ച്വലി നല്ല പണി കിട്ടി. എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി, 36 hours പോയി, ആകെ പ്രശ്നത്തിലായി. അന്ന് എനിക്ക് കുറെ അഡ്വൈസും കുറെ ടിപ്സും തന്നാണ് ജുവൽ. അതിൽ ക്ലിക്ക് ശരിക്കും അത്രയ്ക്കും കൺവിൻസ് എങ്ങനെയായിരുന്നു മെസ്സേജ്. ജുവൽ ശരിക്കും ഇവിടെ എനിക്കൊന്ന് D4 ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കേരളത്തിലില്ല. ആ ഒരു ഫേസ് ഒരു 5-6 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പീരീഡിലാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ പ്ലാറ്റ്ഫോംസ്, എസ്പെഷ്യലി ഓൺ ടെലിവിഷൻ, സ്റ്റാർ സിംഗർ ഉള്ള എല്ലാ മേജർ റിയാലിറ്റി ഷോസും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ജുവൽ, ദ ബ്യൂട്ടി ഈസ് യു സ്റ്റാർട്ടഡ് ഫ്രം സ്ക്രാച്ച്. ചെറിയ തോതിൽ ആങ്കർ ചെയ്ത് MC ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ പുറത്തുനിന്ന് ഈ ലോകം കാണുമ്പോഴും ഇതിനകത്ത് നിൽക്കുമ്പോഴും ജുവലിന് എന്താണ് വ്യത്യാസം തോന്നിയത്? ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വരണത് എൻറ്റയർലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാനഡയ്ക്ക് പോകാൻ എനിക്ക് IELTS ഒക്കെ കിട്ടി. എനിക്ക് പോകാനുള്ള പരിപാടി നടക്കുന്നു. പക്ഷെ എനിക്ക് പോകണ്ട. കാരണം ഞാൻ ജനിച്ച് വളർന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ എൻ്റെ സന്തോഷം മുഴുവൻ സ്റ്റേജിലാണ്. ഐ വാസ് ഓൾവേസ് ഓൺ സ്റ്റേജ്. ഒന്നിലും കൂട്ടിയില്ലെങ്കിൽ ഫാൻസി ഡ്രസ് മത്സരത്തിന് വേഷം ഇട്ടിട്ടാണെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറും. എനിക്ക് സ്റ്റേജിൽ കയറണം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. നഴ്സിങ്ങിന് പോയി. എനിക്ക് ആ സമയത്ത് ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് പറ്റൂല അവിടെയൊന്നും. എന്നിട്ട് അവിടെ ഞാൻ അന്ന് ഈ ക്യാൻസർ ഡേ, എയ്ഡ്സ് ഡേ ഒക്കെ കുറേ ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ സിസ്റ്റർമാരുടെ കോളേജിലാണ്. അപ്പം ഞാൻ അവരുടെ പറഞ്ഞു നടക്കും, സിസ്റ്ററെ പരിപാടി നടത്താം. ഏത് കലണ്ടർ ഓരോ മാസം തുടങ്ങും, ഇന്ന് ഈ മാസത്തിൽ എത്ര ഹെൽത്ത് ഡേയ്സ് വരും നമുക്ക് മറ്റേ ഇങ്ങനത്തെ ബോധവൽക്കരണം ചെയ്യാനായിട്ട്. എന്നിട്ട് നാട്ടുകാരെ ബോധവൽക്കരിക്കുക. അങ്ങനെ നടന്ന ഞാനാണ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഇങ്ങനത്തെ അമേച്വർ പരിപാടികളാണ്. പിന്നെ കുറച്ച് നാൾ ബാലെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാടൻ ബാലെ, അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങൾ. അതൊക്കെ ചെയ്ത് നടന്ന ഞാൻ D4 ഡാൻസ് എന്ന് പറഞ്ഞ ഷോയുടെ ഓഡിഷനിൽ വരണയ്ക്ക് മുന്നേ കുറേ സ്റ്റേജസ് ആങ്കർ ചെയ്തിട്ടുണ്ട്, കുഞ്ഞു സ്റ്റേജ്. ഈ മോളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും മറ്റേ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഒരു ലേലം വിളി പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് എൻ്റെ തട്ടകം. ഞാനാ ഈ ലുലു മോളിലൊക്കെ അത്രയും ഷോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവറി ഡേ ലുലുവിൻ്റെ താഴെ പോയി നാട്ടുകാരെ വിളിക്കലായിരുന്നു എൻ്റെ ജോലി. അത് കഴിഞ്ഞ ഓഡിഷനിലാണ് D4 ഡാൻസ് സംഭവിക്കണം. പിന്നെ അതൊരു ഭയങ്കര പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിനുശേഷം എനിക്ക്
ഈ ഫെയിം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒന്നും എനിക്ക് അറിയില്ല, ഇത് എന്താണ്, ഇത് എങ്ങനെ, കാരണം ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല, ഫെയിം ആഗ്രഹിച്ചിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി ആൻ ആർട്ടിസ്റ്റ്. അത് എന്ത് ആർട്ടിസ്റ്റ് എന്ന് പോലും അറിയില്ല. എനിക്ക് സ്റ്റേജിൽ നിൽക്കണം. അഭിനയം എന്തായാലും ഉണ്ടായിരുന്നല്ലോ, പക്ഷെ സിനിമാ നടി ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ സന്തോഷം, കാരണം ഞാൻ നാടകം എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇഷ്ടം. മമ്മൂക്കയുടെ നായികയായി. എനിക്ക് എങ്ങനെ ആയത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എങ്ങനെ ഇതൊക്കെ ആയി. അത് ഭയങ്കര തമാശയാണ്. ഈ സലിമക്ക ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത്, അന്ന് ഡീഫോ ഡാൻസ് ചെയ്യാം, അപ്പൊ സലീം അഹമ്മദ് ഇങ്ങനെ വിളിച്ചിട്ട്, മമ്മൂട്ടിയുടെ ഹീറോയിനായിട്ട് റോളുണ്ട്, നിങ്ങൾ വരണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ആരോ എന്നെ പറ്റിക്കാൻ, കാരണം അവിടെ മൊത്തം പ്രാങ്ക് നടക്കുന്ന ഒരു ഫ്ലോറാണത്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കാം, ക്യാമറ എവിടെ, ആരാടാ വിളിച്ചിരിക്കുന്നത്. ഈ കുറേ പുള്ളി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. ചോദിച്ചു, സാർ സാറാണോ ഈ ആദാമിന്റെ മകൻ അബു ചെയ്ത? അതെ, ഞാനാണ് സലീം അഹമ്മദ്. എൻ്റെ കൈയും കാലൊക്കെ വിറച്ചു. സാർ ഞാൻ എവിടെ വരണം സാർ, ഞാൻ എന്ന് ചെയ്യണം? എന്നിട്ട് പിന്നെ പട്നം റഷീദക്കയുടെ മേക്കപ്പ് സ്റ്റുഡിയോ, അവിടെ പോയിട്ട് ആ പ്രായമായ ഗെറ്റപ്പ് എന്നെ ചെയ്ത് നോക്കിപ്പിച്ച്. അപ്പോൾ അവർക്ക് അന്നൊന്നും പറഞ്ഞില്ല, 4 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ചു, കാരണം മമ്മൂക്ക കാണണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4th ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സിനിമ. ഇതാണ് എനിക്ക് കിട്ടിയ വെൽക്കം ഫോണിൽ. ദാറ്റ് വാസ് ലൈക്ക് മാജിക്കൽ ആയിരുന്നു ആ മൊമെന്റ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ കളിയാക്കുമായിരുന്നു, ആദ്യത്തെ സിനിമയിൽ കിളവിയായി, നിനക്കിനി നല്ല റോളൊന്നും കിട്ടൂല. കുഴപ്പമില്ല, മമ്മൂക്കയുടെ ഹീറോയിനായിട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ ആ ലോകം ശരിക്കും ഹുക്ക് ചെയ്തോ? ഞാൻ ഈ തെന്നി പോണ ഒരാളാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതായത് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടുണ്ട്, ഇപ്പൊ ആൾക്കാരെ അവരെ ശ്രദ്ധിക്കണില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട്. അതായത് ഐ ഹാവ് ടു ബി അഡ്മയർഡ്, ഐ ഹാവ് ടു ഹാവ് ദാറ്റ് ഫാൻ ബേസ്, അല്ലെങ്കിൽ എന്നെ ആൾക്കാരങ്ങനെ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിലെ ഒരു മാജിക് ഉണ്ടല്ലോ, അത് ക്രിയേഷൻ പ്രോസസ്, ആ ക്രിയേറ്റീവ് പ്രോസസ്, അതിനകത്തുള്ള ആൾക്കാർ. ഹുക്ക് എന്നുള്ള ഫെയിമിന്റെ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, ആർട്ടിസ്റ്റിക്കലി യെസ്. പക്ഷെ എവിടേക്കോ എൻ്റെ ഉള്ളിൽ വളർന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സിനിമ എടുക്കണം. അതൊരു അത്യാഗ്രഹമായി വളർന്ന് ഇപ്പം അതൊരു പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മതി. നമ്മൾ അതായത് സിനിമാ നടിയായത് ആഗ്രഹിച്ചു വന്നതല്ല, ആങ്കർ ആയതും ആഗ്രഹിച്ചു വന്നതല്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയത് മൊത്തം ജസ്റ്റ് ബിക്കോസ് ഐ എം ലക്കി. ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. വെറുതെ പോയി എനിക്ക് അവസരങ്ങൾ കിട്ടുന്നു, അവിടെ ഞാൻ നന്നായിട്ട് ചെയ്തു. യെസ്, ഐ ഡിഡ് വർക്ക് ഹാർഡ് വെൻ ഐ വാസ് ഗിവൻ ചാൻസസ്. ഞാൻ ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ആഗ്രഹിച്ച് ഒരു ഐഡിയ ഉണ്ടായത് എനിക്ക് ഫിലിം മേക്കർ ആവണമെന്നുള്ളതാണ്. അതെങ്ങനെ, ഐ ഡോണ്ട് നോ ഹൗ ഐ ഗ്രൂ ഇൻ ടു ദാറ്റ് സ്പേസ്, ബട്ട് സം ഹൗ ഐ വോണ്ടഡ് ടു നോ. ഈ ഒരു കഴിഞ്ഞ 3 വർഷം 4 വർഷം ജുവൽ, എനിക്കറിയാം ജുവൽ യു ആർ എ വെരി ബിസി ആങ്കർ. കാരണം ഞാൻ ഇടയ്ക്ക് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ പോയി വരുമ്പോഴൊക്കെ ഞാൻ ജുവലിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, MC ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് ജുവൽ, പക്ഷെ ഞാൻ കാണുന്നില്ല, ഞാൻ അറിയുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കുള്ള ഒരു MC ആയിരുന്നു ജുവൽ. അതിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഒരു സർട്ടൻ ഫേസ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. വാട്ട് ഹാസ് ബീൻ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ഇൻ ദിസ് ഫേസ്? ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്, മോർ ഡൗൺസ് ദാൻ അപ്സ്. സോ ക്യാൻ യു പ്ലീസ് ഷെയർ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, സ്റ്റോറി പറയുമ്പോഴത്തേന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഐ വാസ് മാരീഡ്, ദെൻ ഐ ഗോട്ട് ഡിവോഴ്സ്ഡ്. ഞാൻ ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ്. പലർക്കും അതൊരു കേക്ക് വാക്കായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഡിവോഴ്സ് വളരെ സ്മൂത്തായിട്ട് കടന്നു പോയവരുണ്ടായിരുന്നു, ഉണ്ട്. ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്. എൻ്റെ സ്റ്റോറി അങ്ങനെ ആയിരുന്നില്ല. ഐ സ്ട്രഗിൾഡ്, ഐ ബാറ്റിൽഡ്, ഐ വോൺ. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട്. എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year ആവുന്നേ ഉള്ളൂ. 2021 മുതൽ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വേറൊരു തമാശ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 23-ല് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ വളരെ രസമുള്ളൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങണം. അതായത് ഈ ബാറ്റിൽ, എൻ്റെ ഡിവോഴ്സ് ജേർണി ഓൾമോസ്റ്റ് 3-4 വർഷം എടുത്തിട്ടാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അതോ? അല്ല, മ്യൂച്വലൊക്കെയാണ് 6 മാസം കൊണ്ട് തന്നെ കിട്ടും. എനിക്ക് മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ 3-4 വർഷം നടന്ന് കുറേ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത ഡിവോഴ്സാണ്. അതുകൊണ്ട് ഞാനതൊരു ബാറ്റിൽ തന്നെ പറയും. ഇതിൻ്റെ ഇടയിൽ അന്ന് കയ്യിൽ സ്റ്റാർ സിംഗറൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ബാക്കി. അത് നമ്മൾ ഒരു സമയത്ത് നമ്മൾ തീരുമാനിക്കണം, ഇനിയെങ്കിലും ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, എനിക്കൊന്ന് സന്തോഷിക്കണം. അങ്ങനെ എനിക്ക് ലണ്ടനിലൊരു ഷോ വന്നു. ഞാൻ ഷോയിട്ട് പോയി. അപ്പോൾ വിസ ഉണ്ട് എനിക്ക് 1 മാസം. ആ 1 മാസം അവിടെയുള്ള പഴയ സുഹൃത്തുക്കളെയൊക്കെ കണക്ട് ചെയ്ത് ഞാൻ ഫുള്ള് ഇംഗ്ലണ്ട് കറങ്ങി, ഞാൻ അയർലൻഡിൽ പോയി, അയർലൻഡ് കറങ്ങി, ഞാൻ സ്കോട്ട്ലൻഡിൽ പോയി. യാത്ര, നല്ല ഹരം പിടിച്ച് ഒറ്റയ്ക്ക് യാത്ര, കൂട്ടുകാരെ കണ്ടെത്തുന്നു, ഭയങ്കര രസമുള്ളൊരു ജേണി. എൻ്റെ സന്തോഷത്തിൻ്റെ പാരമ്യമാണത്. ഈ 2023 എൻ്റെ ബർത്ത്ഡേ, നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ജൂലൈ 11-ാം തീയതി. അന്ന്
എൻ്റെ ജൂലൈ 11th ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഞാൻ അവിടെ ലണ്ടനിൽ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്നു, കൊച്ചിയിൽ വന്നു. ഭയങ്കര ഹാപ്പിയാണ്. കയ്യിലുള്ള കുറേ കാശൊക്കെ പൊട്ടിച്ച്. അത് എനിക്കറിയാം ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ ഇനിയും വർക്ക് ചെയ്യും. എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ചിലവാക്കണ്ടേ. ഞാൻ അങ്ങനെ ചിലവാക്കിയതാണ്. കൈ അറിഞ്ഞ് ഞാൻ ചിലവാക്കി ഹാപ്പിയായി തിരിച്ചു വന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു 7 വർഷത്തിന് മുകളിലായിട്ട് അപ്പോൾ തൈറോയിഡിന് പ്രശ്നമുള്ള ഒരാളാണ്. എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ എന്ന് പറയുന്നത് ലെസ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ നാളുകൾ അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇൻറ്റേർണൽ ട്രോമ, എനിക്കുണ്ടായിരുന്ന ബാക്കിയുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഐ ഹാഡ് PCOD, ഐ ഹാഡ് ഫൈബ്രോയിഡ്സ്, ഐ ഹാഡ് തൈറോയിഡ് ഇഷ്യൂസ്, ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ അതിൻ്റെ റെഗുലർ ചെക്കപ്പിന് ഞാൻ ഇവിടെ ആസ്റ്ററിൽ പോയി. ചുമ്മാ പോയതാണ്, മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. മടിച്ചായിരുന്നു. ഞാൻ മര്യാദക്കൊന്നും ഇത് നോക്കൂലായിരുന്നു. ഒരു ഡോസ് തന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കഴിക്കും. അങ്ങനെ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ, എനിക്ക് ഒരു ലക്ഷണങ്ങളോ ഒന്നും, എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഐ വാസ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ ടിൽ ദാറ്റ് ഡേറ്റ്. ആകെപ്പാടെ ഉണ്ടായിരുന്നു എനിക്ക് ചുമയ്ക്കുമ്പോൾ കുറച്ച് കഫം ഇങ്ങനെ എക്സ്ട്രാ വരും. എപ്പോഴും ത്രോട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ്, ഒത്തിരി ഒച്ച ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ തൊണ്ട ഓൾറെഡി പൂച്ചമാന്തിയ പോലത്തെ തൊണ്ടയാണ്. അങ്ങനെ ഞാൻ തമാശക്ക് പറയാം, എൻ്റെ തൊണ്ടയിലൊരു പൂച്ചമാന്തി ഇരിക്കുകയാണ്. ഞാൻ അന്ന് പോയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ലെറ്റ്സ് ഡു എ സ്കാൻ, ചുമ്മാ റുട്ടീൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. എനിക്ക് കുറച്ചൊക്കെ സ്കാനിങ് കണ്ട് ഞാൻ മനസ്സിലാവും എന്താണോ നടക്കണമെന്നുള്ളത്. ഞാനിങ്ങനെ താല്പര്യമില്ലാതെ പഠിച്ചതാണെങ്കിൽ പോലും താല്പര്യമില്ലായിരുന്നു. ബട്ട് ഞാൻ പഠിച്ചത്, ഞാൻ 1 വർഷം പോലും തോക്കാതെ പഠിച്ചത് BSc നഴ്സിംഗ്. നന്നായിട്ട് നല്ല മാർക്കും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് നോട്ട്സ് പോലെ ഇങ്ങനെ വട്ടത്തിൽ അവരത് മാർക്ക് ചെയ്യണത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൈ കാലൊക്കെ തണുക്കാൻ തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടല്ലോ ഈശ്വര. കാരണം ഈ സ്കാൻ ചെയ്ത് 2 സ്കാനിങ് റൂമിൽ 2 ഡോക്ടർമാരൊക്കെ, 2 ചേട്ടന്മാരാണ് അവർ, 2 ആണുങ്ങളാണ്. ഇവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇവർക്ക് എന്നെ മനസ്സിലായി, ജുവൽമേരി ആണെന്ന് മനസ്സിലായി, എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് എന്തോ പ്രശ്നം പണത്ത്, പക്ഷെ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് കൊണ്ട് പുറത്ത് പോയി വെയിറ്റ് ചെയ്യും. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് പുറത്ത് നിൽക്കുക. ഞാൻ ചോദിച്ചാൽ എന്താണോ എന്തോ വിഷയമുണ്ടല്ലോ, എന്തോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, നോക്കാം. അപ്പോൾ ഇവരിറങ്ങി വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ബയോപ്സി എടുക്കണം. ഈ വാക്ക് നമുക്ക് ബയോപ്സി, അത് എനിക്കിപ്പോഴും ഞാൻ പറയാൻ തന്നെ ആ സമയത്ത് എനിക്കിങ്ങനെ കാലിങ്ങനെ ഉറഞ്ഞു പോയി. നിലത്തിൻ്റെ കാല് അനങ്ങുന്നില്ല, ഇങ്ങനെ ഉറഞ്ഞു പോയി, ഞാൻ ഭൂമിയിൽ ഉറഞ്ഞു പോയി. അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, പേടി, ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പം പറഞ്ഞു ഇല്ല മാഡം അത് എടുക്കണം, അത് കുറച്ച് കാര്യമുണ്ട്, അത് എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം. അല്ലല്ല ഇപ്പം എടുക്കണം, അന്ന് തന്നെ ബയോപ്സി എടുക്കണം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. ബയോപ്സി റൂമിൽ കയറ്റി നേരിട്ട് ഇങ്ങനെ ഒരു വലിയ സൂചി ഇടുക. ബയോപ്സി റൂമിലോട്ട് കയറുമ്പോഴൊക്കെ തന്നെ പുള്ളി മരവിച്ച് പോയി. എനിക്ക് കൈയും കാലൊന്നും അനങ്ങണമൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി ആങ്സൈറ്റി പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ, സിവിയർ ആങ്സൈറ്റി പ്രോബ്ലം ഉള്ള ഒരാളാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ശ്വാസമൊന്നും കിട്ടില്ല. അവർ പിന്നെ കുറേ കൂളാക്കി സമാധാനിപ്പിച്ച്. അപ്പം ഞാൻ വേഗം തീർക്ക് എന്ന് നിൽക്കാം. അങ്ങനെ ബയോപ്സി നീഡിലിട്ട് അവർ ബയോപ്സി എടുത്ത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണെന്ന് പറയാമോ? പറഞ്ഞു യു ഹാവ് നോഡ്യൂൾസ് അറൗണ്ട് യുവർ തൈറോയിഡ്, അത് അത്ര നല്ല ലക്ഷണമല്ല, അപ്പോൾ നമുക്ക് അത് തന്നെ ആവാനാണ് സാധ്യത, നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ എൻ്റെ അടുത്ത് ഏകദേശം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഒരു ഹിൻറ്റ് തന്നു, ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് കുട്ടി എന്നുള്ള രീതിയിൽ. ഒന്ന് ബയോപ്സിക്കിടെ ബയോപ്സി വിട്ടു, ടെസ്റ്റിന് വിട്ടു, 15 ദിവസം കഴിയും റിസൾട്ട് വരാനായിട്ട്. ആ സമയത്ത് ആദ്യം ഭയങ്കര എന്തോ ഇങ്ങനെ സ്ലോ ആയിപ്പോയി, ലൈഫ് സ്ലോ ആയിപ്പോയി. എനിക്ക് പെട്ടെന്ന് ഞാൻ ചെയ്യണ എല്ലാം സ്ലോ മോഷനിൽ എനിക്ക് കാണണേ. റിസൾട്ട് വന്നപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഒന്നും കൂടെ ബയോപ്സി എടുക്കാം, അപ്പോൾ റീകൺഫർമേഷൻ വേണം. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇനഫ് സാമ്പിൾ കിട്ടിയില്ലെന്ന് എന്താണൊക്കെ പറയുന്നുണ്ട് അവർ. അതാണെന്നും പറയുന്നു, എന്നാലും നമുക്ക് റീകൺഫേം ചെയ്യണം. 2ാമത് ബയോപ്സി എടുത്തതിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞു ബയോപ്സി എടുക്കണം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞായിരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചത്ത് ജീവിക്കണത് അവർ കാണുമ്പോൾ അവർ പേടിക്കും, വേറെ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നു, കേസ് നടക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവാതിരിക്കും, നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞു. അവരുടെ മുന്നിൽ ഞാൻ വലിയ പേടിയൊന്നും കാണിച്ചില്ല. പേടി മുഴുവൻ ഇങ്ങനെ ഉറഞ്ഞുപോയി. സംവെയർ ഇൻ ദാറ്റ് 6 years ഓഫ് മാരേജ് ഐ ഹാവ് ലേൺ ടു മേക്ക് എവറിത്തിങ് കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറയില്ലേ, എൻ്റെ വികാരങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതൊരു ബലമാണോ ദൗർബല്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഞാനത് പഠിച്ചുപോയി.
സങ്കടം വന്നാലും അതങ്ങോട്ട് ഉറഞ്ഞു പോകും, പേടി വന്നാലും ഉറഞ്ഞു പോകും. എനിക്ക് മാത്രമേ ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കാണുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകണമെന്നുള്ളത്. ചിരിക്കാൻ പറ്റും എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റും, എനിക്ക് ഹാപ്പി ആയിട്ട് പെരുമാറാൻ പറ്റും, നിങ്ങളെ സന്തോഷിപ്പിക്കാനും പറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്നുള്ളത് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ പിടിക്കും, കണ്ണ് കണ്ടാൽ പിടിക്കും നമ്മളെ. അതർവൈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതങ്ങനെ പോയി. രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി പണി കിട്ടിയിരിക്കണു. അപ്പോൾ അസ്റ്ററിൽ എനിക്ക് ആരെ അറിഞ്ഞുകൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന നമ്മുടെ ഗംഗാനന്ദ സാറിൻ്റെ വൈഫിനെയാണ്. അപ്പം ഞാൻ ചിത്ര മാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മാം എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയല്ലോ മാം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പേടിക്കൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് പോരെ, ലേക്ക് ഷോറിലേക്ക് പോരെ, ഇവിടെ ഡോക്ടർ ഷോൺ ഉണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു വെച്ചേക്കാം, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞു, ഞാൻ മാമിനെ കണ്ട്, മാം ഗൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഓങ്കോളജി. അപ്പോൾ ഡോക്ടർ ഷോണാണ് അവിടെ ഹെഡ് ആൻഡ് നെക്ക് സർജറിയുടെ. ഡോക്ടറെ കണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജനുവരിയൊക്കെ ആയി, എൻ്റെ ഡിസംബറിലാണ് നമ്മൾ ഈ സംശയങ്ങൾ തുടങ്ങുന്നത്. ജനുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേന് തീരുമാനമായി. ഫെബ്രുവരി ആദ്യത്തിൽ സർജറിക്ക് കയറ്റി 7 മണിക്കൂർ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ആക്ച്വലി ഇവിടെയാണ് ഉണ്ടെന്നാണ് പ്രശ്നം പറഞ്ഞിരുന്നത്, കഴുത്താണ് പ്രശ്നം പറഞ്ഞത്, ഇവിടെ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞിരുന്നത് തൈറോയിഡ്. പക്ഷേ ഇവിടെ എനിക്കൊരു നോഡ് ഉണ്ടായിരുന്നു, എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 നോട്ട്സ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സർജറി ആക്ച്വലി അവിടം വരെ ചെയ്ത്, നെക്കിൻ്റെ അവിടം വരെ ചെയ്ത്. അതിൻ്റെ സാമ്പിൾ എടുത്തപ്പോൾ അവിടെ എത്തിയിട്ടില്ലായിരുന്നു. നമ്മളിവിടം വെച്ച് കംപ്ലീറ്റ് റിമൂവലാണ്. തൈറോയിഡ് ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ, മറ്റേ വലിയ ഓർഗൺ അല്ലാത്തതുകൊണ്ട് സർജിക്കലി ഫുള്ളി റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് പറ്റി, എനിക്കത് ഫുള്ളി ക്ലിയർ ആയി. ബട്ട് ലോക്കലൈസ്ഡ് ഇച്ചിരി മെറ്റസ്റ്റേസിസ് ഉണ്ടായിരുന്നു. പക്ഷേ അതും ആ നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്തപ്പോഴത്തേനും ക്ലിയർ ആയി. എന്നാലും ഡോക്ടർ അത് ആ സർജറി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സൗണ്ട് ഫുള്ള് പോയി. അത് സ്വാഭാവികമാണ്, തൈറോയിഡക്ടമി കഴിഞ്ഞാൽ സൗണ്ട് പോകും, ഫുള്ള് പോകും. എന്നോട് പറഞ്ഞാൽ 6 മാസം എടുക്കുമെന്നാണ്. പിന്നെ വലിയ ഡ്രെയിനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലെഫ്റ്റ് കൈ ഇച്ചിരി വീക്കായി പോയി, എനിക്ക് കൈ പൊങ്ങത്തില്ലായിരുന്നു. ആ കൈക്ക് ഭയങ്കര ആക്ടിവിറ്റി ഒന്നും കിട്ടൂലായിരുന്നു. ബിക്കോസ് എനിക്ക് ലെഫ്റ്റ് നെക്കിൻ്റെ അവിടെ വരെ ചെയ്തപ്പോൾ നെർവിൽ ചെറിയ പ്രശ്നം പറ്റിയിട്ട് അങ്ങനെ പറ്റി. പക്ഷെ ഫിസിയോ ചെയ്തു, സൗണ്ടിന് അതിന് തെറപ്പി ഉണ്ടായിരുന്നു. ലേക്ക് ഷോറിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ആക്ച്വലി. അവർ അവിടുത്തെ സൗണ്ടിൻ്റെ ഡോക്ടർ, എന്താണ് ഷോൺ ഡോക്ടർ, എല്ലാവരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, അല്ലെങ്കിൽ പിന്നെ റേഡിയേഷനോ കീമോതെറപ്പിയോ. തൈറോയ്ഡ് ക്യാൻസറിലും ഇങ്ങനത്തെ കോമണാലിറ്റീസ് ഉണ്ട്. ബട്ട് എൻ്റെത് നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഓർഗണിൽ വരുമ്പോൾ, അതായത് ഇപ്പോൾ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന സാധനങ്ങളൊക്കെയാണല്ലോ ഇതൊക്കെ, അല്ലെങ്കിൽ ബ്ലഡിൽ, ബോണിൽ, ഇതൊക്കെ ചില ക്യാൻസേഴ്സ് അഗ്രസീവാണ്, ചിലത് സ്ലോ ഗ്രോയിങ് ആണ്, ചിലത് ട്യൂമറാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടിരിക്കും ഇത്. തൈറോയിഡിൻ്റെ ഇത് എന്നോട് ഡോക്ടർ ഷോൺ പറഞ്ഞിട്ടുള്ളത്, ഇത് റിക്കവറി റേറ്റ് ഭയങ്കര കൂടുതലുള്ളതാണ്, പേടിക്കട്ട. എന്നാലും കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേന് ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാറ്റിലായിരുന്നു. എൻ്റെ ശബ്ദവും ഓൾറെഡി ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഒരുവിധം, കാരണം ആ സമയത്തുണ്ടായിരുന്ന മെൻ്റൽ ട്രോമകളിൽ നിന്നും പുറത്ത് വരാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ത്രൂ എൻ നമ്പർ ഓഫ് കൗൺസിലിംഗ്, എൻ നമ്പർ ഓഫ് തെറാപ്പി. ഞാനത് വളരെ പ്രൗഡായിട്ട് തന്നെ പറയും, ഞാൻ ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ചുമന്നു കൊണ്ടുപോയി ഡോക്ടർമാരുടെ മുന്നിൽ ഇരുത്തി, എൻ്റെ പൊന്ന് ഡോക്ടറെ, എൻ്റെ കിളി പോയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കുമ്പളങ്ങിയിൽ സൗഭ്യം പറഞ്ഞവർ, എൻ്റെ കിളി പോയിരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കരയാൻ പറ്റില്ലായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പോസ്റ്റ് ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതിന് ശേഷം അല്ല, ആ മാരേജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ മൊത്തം കിളിയും പോയിരിക്കരുത്. എനിക്ക് ഒന്നുമില്ല എൻ്റെ ലൈഫിൽ, എനിക്ക് ഒരു ബലമില്ലാത്ത അവസ്ഥ എന്ന് പറയും. ഒരു സ്വിച്ച് ഇടണമെങ്കിൽ എനിക്കൊരാൾ പെർമിഷൻ വേണം. അങ്ങനെ ആയിപ്പോയി എൻ്റെ തലച്ചോറ്. എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് അല്ല, പേടി ഭയങ്കര ഉള്ളിൽ എപ്പോഴും ആ ഒരു സംതിങ് ഈസ് കൺട്രോളിങ് മീ എന്നുള്ളൊരു ഒരു സാധനം. ഇറ്റ് വാസ് എക്സ്ട്രീംലി ട്രോമാറ്റിക്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനത്തെ എക്സ്പീരിയൻസസ് കൂടെ കടന്നു പോയി ഞാൻ ആ സമയത്ത്. അപ്പോൾ ഈവൻ ഡിവോഴ്സ് തുടങ്ങുന്ന സമയത്ത് കോർട്ടിൽ പോകണം, ഈ വ്യക്തിയെ ഫേസ് ചെയ്യണം എന്നുള്ള സാധനം, നാട്ടുകാരെ ഫേസ് ചെയ്യണം. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കോർട്ടിൽ പോകേണ്ട, അല്ലെങ്കിൽ ഇതിന് കോർട്ട് അഡ്വൈസ് ചെയ്യുന്ന കൗൺസിലിങ്സ് ഉണ്ടല്ലോ, അതിന് പോകേണ്ട ഡേറ്റ് വരുമ്പോൾ തന്നെ ഉറക്കമില്ലാണ്ടാവും.
പിന്നെ ഒരാഴ്ച ഉറങ്ങൂല. എനിക്കൊരു മനസ്സമാധാനമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഒരുപാടിരുന്ന് ഫുഡ് കഴിക്കും, ചില സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല, ചില സമയത്ത് ഇങ്ങനെ വയറ്റിലൊരു തീയൊക്കെ ഇങ്ങനെ കളിക്കണ മാതിരി ഉറങ്ങൂല. രാത്രി മൊത്തം ഞാൻ എണീറ്റിരിക്കും, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബട്ട് ബിഫോർ വി ഗോ അബൌട്ട് ദാറ്റ്, എനിക്ക് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസും അതിനുള്ള പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു? പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്തു. ഞാനൊരു 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോഴത്തേനും എൻ്റെ ഡ്രെയിനൊക്കെ ഊരി, ഫുൾ സ്റ്റിച്ചസ് ആയിരുന്നു എനിക്ക്, എൻ്റെ സൗണ്ടും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിലാണ് 3 മാസത്തിൽ ഫസ്റ്റ് റിവ്യൂ. 3 മാസത്തിൽ ചെന്ന് ഞാൻ വർത്താനം പറയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ഷോണിന് ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒച്ച വരുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നോട് പറഞ്ഞിരുന്നു വോയിസ് ട്രെയിൻ ചെയ്യരുത്, എക്സസൈസ് മാത്രമേ ചെയ്യാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് തന്നെയാണ്, എൻ്റെ ലൈഫിൽ ഇതേവരെ കടന്നുപോയാലും ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും കൂടുതൽ എന്നെ സഫക്കേറ്റ് ചെയ്ത് എൻ്റെ ഒച്ച പോയതാണ്. കാരണം ഞാൻ ഫുൾ ടൈം പാട്ട് പാടിക്കൊണ്ടും സംസാരിച്ചുകൊണ്ടും എല്ലാ വിഷമവും വെൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശബ്ദം പോയോടുകൂടി ഞാനങ്ങ് അടഞ്ഞുപോയി. എൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ കാണാം. എനിക്ക് ആ സ്പേസിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കട്ടൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഹലോ ഇങ്ങനെ സംസാരിക്കും. അപ്പം എൻ്റെ അമ്മയൊക്കെ ഒന്ന് വഴക്ക് പറയും, പെർമനൻ്റ്ലി ഇങ്ങനെ ആയി പോവും, സംസാരിക്കല്ലേ. ബട്ട് ഐ കുഡൻറ്റ്. ഞാൻ വാശിക്ക് ഞാൻ സൗണ്ട് റീഗെയിൻ ചെയ്ത് ഫിസിയോ ചെയ്തും അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് കൈ ഇത്ര പൊന്തുമായിരുന്നുള്ളൂ എൻ്റെ കൈ. അത് മൊത്തം പൊന്തി. അതൊരു 3 മാസമൊക്കെ വാശിയായിരുന്നു അല്ലേ? അത് വാശിയായിരുന്നു. എനിക്ക് തോക്കണ്ട, എനിക്ക് അസുഖം മാറണം, എനിക്ക് എനിക്ക് പോകാൻ പറ്റൂല, എന്നെ നോക്കാൻ ആരും ഇല്ല. അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. എന്നെ നോക്കാൻ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു. ഞാൻ എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാനില്ല, ഞാൻ അങ്ങനെ പോയാൽ മരിച്ചു പോകും. ഓൾറെഡി ഐ വാസ് ബാറ്റിലിങ് ഡിപ്രഷൻ, ആങ്സൈറ്റി, പറഞ്ഞ എല്ലാ സാധനവും ഞാൻ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇത് വന്ന് ചാടിയത്. പക്ഷേ ഇതെന്നെ എംപവർ ചെയ്തു. ദിസ് എംപവേർഡ് മീ. ആ സമയത്ത് ആ വാശി എനിക്ക് വന്നു, ജീവിക്കണമെന്നുള്ള വാശി എനിക്ക് വന്നു. കാരണം ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് 2 ദിവസം ഞാൻ ജീവിച്ചിട്ടില്ല. 2 ദിവസം എവ്രിതിങ് സ്ലോഡ് ഡൗൺ, എവ്രിതിങ് സ്റ്റോപ്ഡ്. ഐ വാസ് ഡെഡ് ഇൻസൈഡ്. 3-ാമത്തെ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മുകളിലത്തെ മുറിയിലിരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്, ഇന്ന് മരിച്ചിട്ടില്ല, മരിക്കുമ്പോൾ മരിച്ചാൽ മതി, അതുവരെ ജീവിക്കണം. പിന്നെ വാശിയായിരുന്നു, എനിക്കിത് ബാറ്റിൽ ചെയ്യണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനസ്തേഷ്യ റൂമിലൊക്കെ കയറിയിട്ട് അത് ചിലപ്പോൾ അവസാനത്തെ ശ്വാസമായിരിക്കാമെന്ന് എനിക്കറിയാം. കാരണം വലിയ സർജറിക്കാണ് ഞാൻ പോകാൻ പോണേ, എൻ്റെ നെക്ക് സർജറി ചെയ്യാൻ പോവുക. എന്തും വേണമെങ്കിൽ സംഭവിക്കുക, എത്ര മണിക്കൂർ സർജറി പോകും, എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ പിഴവുകൾ വരാം. ഞാൻ ആ കണ്ണടയ്ക്കാൻ നേരത്ത് ഞാൻ താങ്ക് യു ഫോർ എവറിത്തിങ്, സന്തോഷമാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് ഞാൻ കണ്ണടയ്ക്കണത്. ഞാൻ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് പറഞ്ഞത്, താങ്ക് യു, സന്തോഷമാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് എഴുന്നേറ്റ് വരികയും ചെയ്തു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ദെൻ 6 months കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഷോൺ റിവ്യൂവിന് വിളിച്ച് 6 മാസം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട വരും. കാരണം എനിക്ക് ഇച്ചിരി സ്പ്രെഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ബ്ലഡിൽ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് പോകേണ്ട വരും. വി ആർ നോട്ട് ഷുവർ അബൌട്ട് യു. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ തൈറോയ്ഡ് നിർത്തണം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇങ്ങനെ കൊതിയാണ് തിരിച്ച് സ്റ്റേജിൽ കയറണം, എനിക്ക് എന്തിനും വർക്ക് ചെയ്യണം. ഒന്ന് കാശില്ല എൻ്റെ കയ്യിൽ. അടുത്ത മണ്ടത്തരം, ഐ ഡിഡ്ന്റ് ഹാവ് മെഡിക്കൽ ഇൻഷുറൻസ്. സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കളി മൊത്തം കളിച്ചത്. ഡോസിൻ്റെ ചിലവ്, സർജറി ചെയ്തപ്പോൾ നല്ലൊരു പൈസ പൊട്ടി, പൈസ തീർന്നുകൊണ്ടിരിക്കുക. ആര് തരും ഇതൊക്കെ? ആരും തരാനില്ല. എങ്ങനെയെങ്കിലും തിരിച്ചൊരു പണിയാവണം, എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അപ്പം എന്നോട് പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ അതിന് 3 മാസം മുന്നേ തൈറോയ്ഡ് മെഡിസിൻ നിർത്തണം. തൈറോയ്ഡ് മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വെക്കും, ഭയങ്കര ഉറക്കം ആയി പോവും, നമ്മൾ ലതാജിക്കാണ്, കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് കഴിച്ചിട്ട് എൻ്റെ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ മുഴുവൻ എഫക്റ്റും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സമയം എന്താ, ഞാൻ അന്ന് വരുമ്പോൾ, അതായത് ഞാൻ 6 മാസത്തിൻ്റെ റിവ്യൂവിന് വരുമ്പോൾ എൻ്റെ ബ്ലഡിൽ ഇതുണ്ടെങ്കിൽ എന്ത് അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ഞാൻ എടുത്തോളാം. ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെയാണോ മനസ്സിലാക്കുന്നത്? അറിയാൻ പറ്റും, സ്കാനും ബ്ലഡ് ടെസ്റ്റിലും അറിയാൻ പറ്റും ആക്ച്വലി. എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബയോപ്സിയൊക്കെ എടുത്തത് ചെയ്യുമായിരിക്കും. ഞാൻ 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും പോയി ബ്ലഡിൽ നോക്കി, ഉണ്ടാവൂല എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചാണ് പോയേക്കണത്, ഉണ്ടാവൂല. അപ്പോഴേക്കും എൻ്റെ മനസ്സൊക്കെ ഒരുവിധം ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട്, സന്തോഷത്തിന്റെ സ്പേസിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ചവിട്ടൂലായിരിക്കും എന്നൊരു സന്തോഷത്തിൽ പോയി. അപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു, സ്കാനും ചെയ്തു, വലിയ തരക്കേടൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ, എനിക്ക് ഇപ്പോഴും ആ സീൻ എനിക്ക് ഭയങ്കര സന്തോഷത്തിന് ഞാനത് പറയും. ഈ സ്കൂളിൽ റിപ്പോർട്ട് കാർഡൊക്കെ എടുത്ത് തന്നെ പുള്ളി എൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ എടുത്തിട്ട്
കൺഗ്രാജുലേഷൻസ്, യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ, നല്ല റിപ്പോർട്ടാണ്, വീട്ടിൽ പോക്കോളെ. അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ തിരിച്ചു വരുമോ, ഈ ഐറ്റം തിരിച്ചു വരാൻ ചാൻസ് കുറവാണ്, വേറെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. പൊക്കോളം പറഞ്ഞിട്ടെടുത്തു. ഇനി 6 മാസം ഐ ഹാവ് റിവ്യൂ. എല്ലാ വർഷവും 2 പ്രാവശ്യം പോയി ചെക്ക് ചെയ്യണം. ബട്ട് ഡു യു ഫീൽ ദാറ്റ് ഫിയർ? ആ ഫിയർ ഉണ്ടാവാറുണ്ടോ? ഇപ്പം ഞാനത് ആലോചിക്കാറില്ല. ആക്ച്വലി ഐ ടുക്ക് ടൈം. ഞാൻ പറഞ്ഞില്ലേ, ഇത് 2023 ക്യാൻസർ വന്നത്, 2024 വരെ ബാറ്റിൽ ചെയ്തു. ഇത് 2025. ഞാൻ 1.5 വർഷം വെയിറ്റ് ചെയ്ത്. എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷമായി. ഞാൻ ഈ ടൈം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇരുന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച മുഴുവൻ ട്രോമയുടെയും ആ ചെറുത്താന്മാരുടെ കൂടെ ഞാനങ്ങ് ഇരുന്ന് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ട് അതിനെയൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ്റെ പുറത്തെത്തി. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇക്വേഷൻ്റെ ഉള്ളിൽ കിടന്നാണ് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇക്വേഷന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് സമാധാനം കണ്ടെത്താനുള്ള വഴി. നമ്മുടെ ലൈഫിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആവണം. ഇത് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. തേർഡ് പേഴ്സൺ ആവണം, അതായത് നമ്മളെപ്പോഴും എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക. ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ, ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ. നോ, യു ആർ ഒബ്സർവിങ് ഇറ്റ് ആക്ച്വലി. ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് യു ആർ ഒബ്സർവിങ്. ആ ഡിറ്റാച്ച്മെന്റ് വന്നതിന് ശേഷമാണ് എനിക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റി തുടങ്ങി. ആ ഡിറ്റാച്ച്മെന്റ് വന്നത് തെറപ്പിയിലൂടെയാണ്. ഹൗ ഡിഡ് യു ഗെറ്റ്? ഓൾ ദാറ്റ് ജേർണി ഹാസ് ഹെൽപ്ഡ് മീ ടു റീച്ച് ദാറ്റ്. അതിൽ ഇൻട്രോസ്പെക്ഷൻ ഉണ്ട്, തെറപ്പി ഉണ്ട്, ഗൈഡൻസസ് ഉണ്ട്, എന്നിലേക്ക് തന്നെയുള്ള നടത്തങ്ങളുണ്ട്, എഴുത്തുണ്ട്, വായനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അറിയാൻ ശ്രമിച്ചത് മുഴുവൻ എന്നെ തന്നെയാണ്. എനിക്ക് എന്താ സംഭവിക്കണം, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ? ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് കുറേ കാര്യത്തിന് ഉത്തരങ്ങളായി. വാട്ട് ഡിഡ് യു റിയലൈസ് അബൌട്ട് യുവർ സെൽഫ്? ഇതെല്ലാം ആലോചിച്ച് വാട്ട് ഡിഡ് യു ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് വാട്ട് ഡിഡ് യു റിയലൈസ് വൈ ഇസ് ദിസ് ഹാപ്പനിങ്? വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. വൈ അല്ല ക്വസ്റ്റ്യൻ, എന്താ ക്വസ്റ്റ്യൻ? വാട്ട് എന്നുള്ളതാണ്, കാണുക എന്നുള്ളതാണ്. വൈയുടെ ഉത്തരം നമുക്ക് ഒരിക്കലും കിട്ടൂല. വാട്ടിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക, കാരണം അത് കഴിഞ്ഞു പോവല്ലേ. പോയൊരു ടൈം നമുക്ക് പിന്നെ തിരിച്ചുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് പാസിങ്. അപ്പൊ അതർ തിങ്സ് ആർ കമ്മിങ്. അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ പോരുതെന്ന്. പലരുടെയും പ്രശ്നം അതാണ്. ഒരു സാധനം ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹിറ്റിൽ അവരങ്ങ് പോവുകയാണ് അതിൻ്റെ കൂടെ. പിന്നെ അവർ ജീവിക്കണത് അവിടെയാ. അവരുടെ ടൈം ലൈൻ മുന്നോട്ട് പോകും. ആ വ്യക്തി ചിലപ്പോൾ 2030 വരെ എത്തും, പക്ഷെ ജീവിക്കണത് 2023 അവരുടെ ഓർമ്മ, അവരുടെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഇപ്പോഴും അവിടെയാണ് നിൽക്കണേ. സ്റ്റക്കായി പോകും. ഞാൻ സ്റ്റക്കായില്ല. ഞാൻ സ്റ്റക്ക് ആവാതിരിക്കാൻ ട്രൈ ചെയ്ത്. അതുകൊണ്ട് ഇപ്പം എനിക്കിത് ഇത്രയും ഈസി ആയിട്ട് പറയാൻ പറ്റണേ. ഇപ്പം മാരേജിനകത്ത് നിന്നപ്പോഴും തെറപ്പി എടുക്കേണ്ടി വന്നിരുന്നു, ഓർ അതിന് ശേഷം പുറത്ത് വന്നതിന് ശേഷം? അപ്പോൾ സാധാരണ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരുടെ ചോദ്യങ്ങളാണല്ലോ ഒരു പക്ഷേ ഇൻട്രോസ്പെക്ഷനിലേക്ക് എത്തിക്കുന്നത്. എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് തെറപ്പിസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചത് ജുവലിനെ ഒരു തിരിച്ചറിവ്? എൻ്റെ കേസിൽ ഞാൻ വളരെ ഇൻസൈറ്റ് ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു. ഒന്ന് BSc നഴ്സിംഗ് പഠിച്ച അറിവ്, 2 ഞാൻ PG അപ്ലൈഡ് സൈക്കോളജി മുഴുവനാക്കിയിട്ടില്ല. 2 പരീക്ഷയും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സമയത്ത് കോവിഡ് വന്നപ്പോൾ ഞാൻ വിട്ട്. പക്ഷെ ഞാൻ പഠിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഹ്യൂമൻ സൈക്കോളജി. ഒരു ടൈമിൽ എനിക്ക് ഉറക്കമില്ലാണ്ടായിപ്പോയി. അതായത് 2 മണിക്കൂർ ഉറങ്ങുള്ളൂ രാത്രി. ഭയങ്കര എനർജി, എനിക്ക് ഉറക്കമില്ല. അതായത് ലൈഫിൽ ഒരു സന്തോഷവും ഇല്ല ആ സമയത്ത് എനിക്ക്. എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇതൊക്കെ. ദിസ് ഈസ് ആഫ്റ്റർ ബാറ്റിലിംഗ് മേ ബി. അന്ന് എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുണ്ട്. ആ ഡോക്ടർക്ക് അറിയാമായിരുന്നു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കണ ഒരാളാണെന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരി അന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൗൺസിലിങ്ങിന് പോകണം, ഒരു സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും ഒന്ന് കാണണം, കാരണം പോക്ക് നല്ലതല്ല. ഒരുപാട് ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, ഗെറ്റ് ഹെൽപ്പ്. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത് പോകാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഈ ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ സെപ്പറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവില്ല എനിക്ക് സ്ലീപ്ലെസ്നെസ് എന്തുകൊണ്ടാണെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവൻ ഉള്ളിലിട്ട് ഉരുക്കി അത് വേറെ എന്തൊക്കെയോ ആയി തീർന്നിട്ടുണ്ട്. ആങ്സൈറ്റിയും ഡിപ്രഷനും അതും ഇതും എല്ലാ പണിയും കിട്ടിയിട്ടുണ്ട്. ഹൗ ഡു യു എക്സ്പീരിയൻസ് ഡിപ്രഷൻ? കാരണം ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പലരും പല രീതിയിലായിരിക്കും. എൻ്റെ ടൈഗേഴ്സ് ഇറ്റ് വാസ് വെരി ഹൈ ഫങ്ഷണൽ. എൻ്റെ ഡിപ്രഷൻ എനിക്ക് ഇപ്പോഴും ഈസിയാണ്. ഞാൻ പറയും എനിക്ക് ഡിപ്രഷൻ ഈസിയാണെന്ന്. കാരണം ആ പെയിൻ ഞാൻ മാത്രമേ അറിയുള്ളൂ. എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡിപ്രഷനിൽ നിന്ന് പിന്നീട് വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്കൊക്കെ ഞാൻ മാറുമ്പോഴാണ് എനിക്ക്
എന്നെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ തോട്ട്സ് ചിലപ്പോൾ എൻ്റെ കൺട്രോളിൽ നിൽക്കില്ല, ഭയങ്കര എനർജിയൊക്കെ പോയി അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ. അതിന് ചിലപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലോണം. ഡിപ്രഷൻ ആസ് എനിക്ക് തോന്നുന്നത് ഞാൻ ടീനേജ് ഇയേഴ്സ് മുതൽ ഡിപ്രഷൻ ബാറ്റിൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പോലത്തെ ഒരു കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എൻ്റെ പാരൻസിൻ്റെ അടുത്തില്ലായിരുന്നു. വെരി ഔട്ട് സ്പോക്കൺ, ചിന്തിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, എല്ലാത്തിനെയും റീസൺ ചെയ്യുന്ന ഒരു കുട്ടി. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് 80കളിലെ പാരൻസിന് ഇല്ല. അവരൊക്കെ പഠിച്ചിട്ടുള്ളത് അനുസരണയുള്ള, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഐ വാസ് എ പ്രോബ്ലം ചൈൽഡ് ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്പേസുകളൊന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ട് അന്നേ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി എനിക്കുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ ടീനേജേഴ്സ് മുതലേ എനിക്ക് പ്രശ്നമുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴും ഞാനിത് ബാറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ടു കോ എക്സിസ്റ്റ് വിത്ത് ഡിപ്രഷൻ ചിലപ്പോൾ ഇങ്ങനെ സ്വിച്ചായി വരാം, അല്ലെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മൂഡ് ഇച്ചിരി ഭയങ്കര പെപ്പിനെസ്സിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും അത്. ഇപ്പം ഐ നോ. ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പേഴ്സൺ ആണ് ഞാൻ. ഇന്ന സാധനം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഡോക്ടറെ വിളിച്ചാലേ കാര്യം പറയും, ഡോക്ടറെ ഇങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായത്, ആരാണ് ട്രിഗർ ചെയ്തത്, ഡിഡ് എനിത്തിങ് ഹാപ്പൻ റീസെൻ്റ്ലി, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. ഇങ്ങനെ വേണം മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ ദിവസം കഴിച്ചത് എൻ്റെ വയറ്റിൽ പിടിച്ചില്ല കേട്ടോ, എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞത് നമ്മൾ. അതുപോലെ തന്നെ ഇത് പറയാൻ പറ്റണം. സംതിങ് ഹാപ്പൻ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എൻ്റെ അടുത്ത് ആൾ ഷൗട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇന്നത് പറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐ ഫീൽ നം. ആ നംനെസ് ഒക്കെ വലിയ പ്രശ്നമാണ്. എനിക്ക് നംനെസ് ആയിരുന്നു ആക്ച്വലി. എനിക്ക് സാഡ്നെസ്, ഞാൻ ഇങ്ങനെ കുറെ കിടന്ന് കരയിലൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ ഫേസിലേക്ക് വരിക. കുറെ കരഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ടാന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തും. അതിലെത്തി കഴിയുമ്പോഴത്തേനുമാണ് ഈ സ്വിച്ചസ് ഒക്കെ വരിക നമുക്ക്, നമ്മൾ ഈ ഡിപ്രഷനിലേക്ക് പോയി. എൻ്റെ ഡിപ്രഷൻ ഭയങ്കര ഹൈ ഫങ്ഷനിങ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് ജോലി ചെയ്യും, ആങ്കറിങ് ചെയ്യും, എന്തോ വേണേൽ ചെയ്യും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്സ്, വെൻ ഐ ഹാവ് ടു സിറ്റ് വിത്ത് മൈ സെൽഫ്, ഐ മീൻ ആബ്സല്യൂട്ട് എംപ്റ്റിനെസ്. ഒന്നുമില്ല അവിടെ, എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. കരയാൻ പറ്റാതിരുന്നത് അന്ന് സ്നേഹമുള്ള ആരും ചുറ്റിനും ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ള ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കരയും. അപ്പോഴാണ് കരയണേ. കാരണം കരയാനുള്ള സേഫ് സ്പേസ് ഇല്ല. എനിക്ക് കരയാനുള്ള സേഫ് സ്പേസ് ഉണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾ. കരയാനുള്ള സേഫ് സ്പേസ് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഈ കൂട്ടി വെച്ച കരച്ചിലെല്ലാം കൂടെ ആ സമയത്ത് ഞാൻ കരയണ കണ്ട് ഞാൻ തന്നെ പേടിച്ചിട്ടുണ്ട്. എന്തൊരു കരച്ചിലേത്, എനിക്ക് നിർത്താൻ പറ്റുള്ള ഏന്തേന്തി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞിട്ടുണ്ട് അതുപോലെയൊക്കെ. എൻ്റെ കുറച്ച് ലോയർ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു മ്യൂച്വലിന് വേണ്ടി ഒരു സ്ത്രീ പോയി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് പ്രെജുഡിസസും ബാറ്റിൽ ചെയ്തിട്ട് വരും. ഓഫ് കോഴ്സ് ആ ചാലഞ്ചസും ബാറ്റിൽ ചെയ്യണം. കാരണം അവരെ കാണുന്ന ലെൻസ് മാറും, അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും ആസ് എ പേഴ്സൺ, ആസ് എ ക്യാരക്ടർ. ഇങ്ങനത്തെ പല തലങ്ങളിലുള്ള ബാറ്റിൽസ് അപ്പാർട്ട് ഫ്രം വാട്ട് ഇറ്റ് ഈസ്, അത് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നോ ജുവലിന്? എന്തെങ്കിലും പ്രോബ്ലം എനിക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കും. ഐ ഡോണ്ട് കെയർ ഹൗ ദേ ഫീൽ. അവരെ എത്ര അൺഈസി ആയിട്ട് പിടിച്ചിരുത്തിയാലും ഞാൻ കാര്യം പറയും. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും, ഈ ട്രോമയിൽ പോകുമ്പോഴും, ഈ പെയിൻ എടുക്കുമ്പോഴും, ഈ തകർച്ചയിലും ഒക്കെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം ശരിയാവും, എങ്ങനെ ശരിയാക്കണമെന്ന് അറിയില്ല. ഇതിൻ്റെ നടുക്ക് നിന്നിട്ട് കൺക്ലൂഷൻസിലേക്ക് എത്തരുത്. ഐ ഓൾറെഡി ടോൾഡ് യു, ഞാൻ ഇത്രയും സമയം എടുത്തിട്ടാണ് സൊസൈറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് വന്ന് പറയുന്നത്. ആ ടൈം എടുക്കണം.